ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 13 മുതൽ 15 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിന് നവചേതനയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. ദയവായി 16-ാം ഗൃഹസന്ദർശനത്തിന് മുൻപ് ഈ വീഡിയോ കണ്ടുവെന്ന് ഉറപ്പുവരുത്തുക. ഗൃഹസന്ദർശന വേളയിൽ 13 മുതൽ 15 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ കൈവരിക്കേണ്ട പ്രധാന വളർച്ചാഘട്ടങ്ങളെക്കുറിച്ച് മാതാപിതാക്കളോട് വിശദീകരിക്കുക. അതിനുശേഷം വീഡിയോയിൽ നിർദ്ദേശിക്കുന്ന ലളിതമായ പ്രവർത്തനങ്ങൾ കുഞ്ഞിനൊപ്പം ചെയ്ത് മാതാപിതാക്കളെ കാണിക്കുക. ഇത് കണ്ടുപഠിച്ച ശേഷം എല്ലാ ദിവസവും കുഞ്ഞിനോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. ഈ പ്രവൃത്തികളിലൂടെ സാധാരണഗതിയിൽ 18 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സഹായമില്ലാതെ നിൽക്കാനും കുറച്ച് ചുവടുകൾ സ്വയം നടക്കാനും അവർക്ക് സാധിക്കുന്നു. ടാറ്റ പറയുന്നതും കൈയടിക്കുന്നതും പോലുള്ള വിവിധ ആംഗ്യങ്ങൾ കാണിക്കുന്നു. പാത്രങ്ങൾക്കുള്ളിലേക്ക് സാധനങ്ങൾ ഇട്ടുവെക്കുന്നു. പുസ്തകങ്ങളിലെ പരിചിതമായ സാധനങ്ങൾ പേരെടുത്തു പറയുകയും ചിത്രങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. കുഞ്ഞിനോടൊപ്പം എല്ലാ ദിവസവും സ്നേഹത്തോടെ ഇത്തരം ലളിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഈ വളർച്ചാഘട്ടങ്ങൾ കൃത്യസമയത്ത് കൈവരിക്കാൻ അവരെ സഹായിക്കുന്നു. നവചേതന നിർദ്ദേശിക്കുന്നതനുസരിച്ച് 13-ാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പ്രധാന പരിശീലനങ്ങൾ: കുഞ്ഞിന്റെ കുഞ്ഞ് പ്രവൃത്തികൾ അനുകരിക്കുന്നത്, നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് കഴിക്കാം, കുടുംബ ഇടങ്ങൾ കണ്ടെത്തൽ. 14-ാം മാസത്തിൽ നൽകേണ്ട പ്രധാന പരിശീലനങ്ങൾ: ഒളിച്ചുകളി, നിർദ്ദേശങ്ങൾ പാലിക്കുന്നത്, കുഞ്ഞ് ഡ്രമ്മർ, അടുക്കള രാജാവ് അല്ലെങ്കിൽ രാജ്ഞി. 15-ാം മാസത്തിൽ നൽകേണ്ട പ്രധാന പരിശീലനങ്ങൾ: സംഗീതാത്മകമായ ആരംഭിക്കലും നിർത്തലും, നമുക്ക് മൃഗശബ്ദങ്ങൾ ഉണ്ടാക്കാം, കുഴച്ച മാവ് ഉപയോഗിച്ച് കളിക്കുന്നത്, ഞാൻ നിന്നെ ഊട്ടുന്നു, നീ എന്നെ ഊട്ടുന്നു. മൃഗങ്ങളുടെ ശബ്ദം അനുകരിക്കുന്ന ലളിതമായ കളിയിലൂടെ ഈ അമ്മ തന്റെ കുഞ്ഞിന്റെ കേൾവിശക്തിയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. വാവേ, പട്ടിക്കുട്ടി എങ്ങനെയാ കരയാ? ബൗ ബൗ. പൂച്ച എങ്ങനെയാ കരയാ? മ്യാവ് മ്യാവ്. ഇത്തരം ലളിതമായ കാര്യങ്ങൾ പതിവായി ചെയ്യുന്നതിലൂടെ ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ 3 വർഷത്തെ വളർച്ചയ്ക്ക് കരുത്തുറ്റ പിന്തുണ നൽകാൻ കുഞ്ഞിനെ പരിചരിക്കുന്നവർക്ക് സാധിക്കും.